നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പോയി അതിന്റേതായ മര്യാദക്ക്. ഇതങ്ങനെയല്ല. മദ്യപാനി എന്ന് പറഞ്ഞ ഒന്നൊന്നര മദ്യപാനിയാണ്. ഈ പുള്ളിക്കാരന്റെ ഭാര്യ ഒരപകടത്തിൽപ്പെട്ടാ മരിച്ചത്. അതെങ്ങനെയാ മരിച്ചത്, എങ്ങനെയാണ് അപകടം ഉണ്ടായത്, അത് ഞാൻ പറഞ്ഞുതരാം. അട്ടിച്ച് ബോധമില്ലാതെ ഭാര്യയും കയറ്റിക്കൊണ്ട് ഈ പറഞ്ഞ മഹാൻ വണ്ടി ഓടിച്ചു. എന്നിട്ട് എന്താ ഉണ്ടായേ? ഏതോ ഒരു മരത്തിൽ കൊണ്ടുപോയി ഇട്ടിച്ച് കയറ്റി. അതോടുകൂടി ഭാര്യ മരിച്ചു. സത്യം പറഞ്ഞ ഈ പുള്ളിക്കാരൻ ഒരു കൊലപാതകയല്ലേ മേഡം? മെഡിക്കൽ റിപ്പോർട്ടുണ്ട്, മേഡം നോക്കിക്കോ. ഓരോരോ പേപ്പറുകളായി മേഡം മറിച്ച് നോക്കിക്കോ. ഒരു കളക്ടർ പോസ്റ്റിലിരുന്ന് എല്ലാവരുടെയും മുമ്പിൽ കൈ നീട്ടി കൈക്കൂലി വാങ്ങാന്ന് പറഞ്ഞ എന്തൊരു നാണം കെട്ട ഇടപാടാ ഇത്. എത്ര ഇൻസിഡൻസാ ഡൊമസ്റ്റിക് എൻക്വയറി കണ്ടുപിടിച്ചെന്നറിയോ? ഒരിക്കൽ വിജിലൻസും പിടിച്ചു. അതിന്റെ റിപ്പോർട്ടും ഈ ഫയലിലുണ്ട്. ഇപ്പോഴും പുള്ളിക്കാരെ കേസ് പറയുക. പക്ഷെ ഇന്ന് വരെ ഒന്നിൽ ജയിക്കാൻ പറ്റിയിട്ടില്ല. കൂടെ കൂടെ കള്ളും കുടിച്ച് ഇവിടെ വന്ന് കയറും, ആരുടെയും നെഞ്ചത്ത് കയറും. അത് മാത്രമല്ലെന്നേ, റോഡിൽ കിടന്ന് ലോക്കൽസിനോട് വരെ അടി ഉണ്ടാക്കും. അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല മേഡം. അവസാനങ്ങളിൽ പെട്ടുപോയൊരു കേസുണ്ട്, തങ്കശ്ശേരി ക്രിസ്റ്റി സാറിന്റെ കേസ്. അദ്ദേഹം ഒരു നല്ല വ്യവസായിയാ. എത്ര പേർക്കാ തൊഴിൽ കൊടുക്കുന്നതെന്ന് അറിയോ? അയാളുടെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഒരു കേസില് കൈക്കൂലി ചോദിച്ച് എത്രയാണെന്ന് അറിയോ? ഒരു NOCക്ക് 10 ലക്ഷം രൂപ. ഞാൻ മേഡത്തിനോട് പേഴ്സണലായിട്ടൊരു കാര്യം പറയാം. മര്യാദക്കാണെങ്കിൽ ഈ ക്രിസ്റ്റി സാർ അങ്ങ് സഹായിച്ചേനെ. കണക്ക് പറഞ്ഞ് വാങ്ങാൻ നോക്കിയ പുള്ളി വിടുവോ? ആ പുള്ളിക്കാരനെ ഈ ശരചന്ദ്ര സാറ്